ഇന്ന് വോട്ടും കട്ടനിലും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പ്രേംകുമാറാണ്. നമ്മൾ തൊട്ടു മുമ്പ് കേട്ട വാർത്ത തന്നെയാണ്. പ്രേംകുമാറിന് അദ്ദേഹം എങ്ങോട്ടാണ് ഇനി അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകാൻ പോവുകയാണോ എന്നുള്ള ചർച്ച ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുകയാണ്. പ്രേംകുമാർ എന്ന ഒരു നടൻ, അദ്ദേഹം ഒരു ഹാസ്യതാരമായി മികച്ച പ്രകടനം വെള്ളിത്തിരയിൽ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തി എന്നതിൽ ആർക്കും വലിയ തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ പ്രേംകുമാർ ഈ കഴിഞ്ഞിടയ്ക്ക് സംസ്ഥാന സർക്കാരുമായി ഒരു ഭിന്നാഭിപ്രായത്തിലായിരുന്നു. ഏറ്റവും ഒടുവിലായി അദ്ദേഹം കെ സച്ചിദാനന്ദൻ്റെ, അതായത് സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ സച്ചിദാനന്ദൻ്റെ ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് ഏറ്റവും ഒടുവിലായി അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ, അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന് തുടങ്ങിയ ചർച്ചകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. എനിക്കൊപ്പം ശ്യാമിലിയും ആസിഫും ചേരുകയാണ്. ശ്യാമിലി, ആ തരത്തിൽ ഒരു പുതിയ ആൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന സൂചന കൂടി നൽകുന്ന ഒരു ദിവസമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എൻ്റെ ഒരു പ്രാഥമികമായ മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം തിരഞ്ഞെടുപ്പ് സമയമാണ്, തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇനി വെറും 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ആ ഘട്ടത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നമ്മളെല്ലാ വിഷയങ്ങളിലും ഒരു രാഷ്ട്രീയ താല്പര്യവും രാഷ്ട്രീയ നീക്കവും എല്ലാം നമ്മൾ ഈ സമയത്ത് കാണണം. അപ്പോൾ അങ്ങനെ കാണുന്നതിൽ ഒരു വീഴ്ച CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ആദ്യമായിട്ട് വിലയിരുത്തൽ. അതിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് UDF-ൻ്റെ ഒരു ക്യാമ്പയിൻ നമ്മൾ ആലോചിക്കുക. ആ ക്യാമ്പയിനിൽ ആദ്യം തന്നെ VD സതീശൻ പലയിടങ്ങളിലും, അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലാണെങ്കിലും ന്യൂനപക്ഷ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലാണെങ്കിലും അത് എപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിൻ്റെ ഇരട്ട നീതി, ഇരട്ടത്താപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയിൽ പറയുന്നുണ്ട്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ബൈറ്റാണ്. അത് ഇരട്ട നീതിയല്ലേ, അത് ഇരട്ടത്താപ്പല്ലേ, അതിൽ മറുപടി അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന പോലെ പ്രേംകുമാറിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇതിലൊരു ഇരട്ട നീതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ നോക്കുമ്പോൾ എന്താ ഇത് രണ്ടും കൂടെ അങ്ങ് സമഞ്ചേരുക ഈ ഘട്ടത്തിൽ. ഈ സമയത്ത് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ പോലും അത്തരം അതൃപ്തിയുള്ള ആളെ, പൊതുസമൂഹത്തിൽ നന്നായി അറിയുന്ന ആളെ, നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പല ആവർത്തി തോന്നുന്ന ഒരാളെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വാദങ്ങൾക്ക് ഒരു സോളിഡ് എക്സാമ്പിൾ എന്ന നിലയ്ക്ക് കോൺഗ്രസ്സിന് ഉയർത്തി വെക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ പ്രേംകുമാർ എന്ന് പറയുന്നത്. അയാളുടെ ചലച്ചിത്ര അക്കാദമിയിലെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു. അയാൾ ഒറ്റയ്ക്കൊരു IFFK മുഴുവൻ നടത്തിയെടുത്ത ആളാണ്, ഒരു കുറ്റവുമില്ലാതെ. അതാണ് കഴിഞ്ഞ രഞ്ജിത്തിൻ്റെ കാലത്താണെങ്കിലും ഈ പറയുന്നത് പോലെ ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ കാലത്തിലാണെങ്കിലും വിവാദ പെരുമഴയും പരാതി പ്രളയവുമായിരുന്നു സത്യത്തിൽ. അതിന് മുന്നത്തെ IFFK നമ്മൾ ആലോചിക്കണം. അന്ന് ഇദ്ദേഹമായിരുന്നു ആക്ടിംഗ് ചെയർമാൻ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വിശ്വസ്തനായ സമവായത്തിൻ്റെ ഒരു മുഖമായ ഈ പ്രേംകുമാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത്തിൻ്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി എന്നെ ആടി ഒലിഞ്ഞു നിൽക്കുന്ന സമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സിനിമയിലെ ചില വിവാദങ്ങളുണ്ടായിരുന്നു, വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. WCC നിരന്തരമായി സർക്കാരിൻ്റെ ചില മെല്ലപ്പോക്കിനെ പറ്റിയൊക്കെ നിരന്തരം ചോദ്യം ചെയ്യുന്നു, പോസ്റ്റുകളിടുന്നു, ചർച്ച ചെയ്യുന്നു എന്ന് വരുമ്പോൾ ആ ഘട്ടത്തിലാണ് പ്രേംകുമാർ എന്നൊരാൾ ഈ പൊസിഷനിലേക്ക് വരുന്നത്, ആക്ടിംഗ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അയാൾ വിശ്വസ്തനായിരുന്നു, പാർട്ടിക്ക് വിശ്വസ്തനാണ്, സർക്കാരിന് വിശ്വസ്തനാണ്. ഈ പറയുന്നത് പോലെ ഇയാൾക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം പാർട്ടിക്ക് ആ സമയത്തുണ്ടായിരുന്നു, സർക്കാരിനുണ്ടായിരുന്നു. തീർച്ചയായും മുഖ്യമന്ത്രിക്കും ആ വിധത്തിലുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ സമയത്താണ് ഈ പറയുന്ന പോലെ ആശാസമരത്തിൻ്റെ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് പല രീതിയിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ ആശാസമരത്തിന് പിന്നിലെ കാര്യങ്ങളൊക്കെ ആരൊക്കെ ഏത് ഘട്ടത്തിൽ പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നതാണ്, പിന്നിലുള്ള ചില കാര്യങ്ങൾ. അതിനുള്ളിൽ ആ ഘട്ടത്തിൽ CPM-ലാണെങ്കിലും വേറെ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്, പുറത്തും വേറെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ. അതൊക്കെ പ്രേംകുമാർ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അയാൾ എപ്പോഴും ഈ പറയുന്ന പോലെ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും മനുഷ്യപക്ഷത്ത് നിന്ന് ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയുന്ന ഒരാളായിരുന്നു. അപ്പോഴും സർക്കാരിന് ഇങ്ങനെ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടാകും എന്ന് പോയി പറയുന്ന ആ ഘട്ടത്തിലാണ് അയാൾ അനഭിമിതനാവുന്നത്. ആ പ്രശ്നമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM തന്നെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിലൊരു ജാഗ്രത കുറവുണ്ടായോ? ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രേംകുമാറിന് ഒരു നീതിപൂർവമുള്ള ഒരു വിടവാങ്ങലല്ല നൽകിയത്. കാരണം പ്രേംകുമാർ എൻ്റെ അടുത്ത് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് പോലും ഒന്ന് യാത്ര പറയാനുള്ള അവസരം പോലും നൽകാതെ എന്നെ മാറ്റി നിർത്തി, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ
സർക്കാരിന് വേണ്ടി ന്യായീകരിക്കാം. കാരണം കാലാവധി കഴിഞ്ഞ് പുതിയ ആളെ നിയമിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ട് ഉപാധ്യക്ഷനായിരുന്ന സമയത്ത് കാലാവധി കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് അല്ല, വേറെ ഒരുപാട് അക്കാദമികളിലുണ്ട് കാലാവധി കഴിഞ്ഞിട്ടും തുടർന്ന് വരിക, ആ സമയത്തൊരു പുനർവിചിന്തനം പോലും നടക്കാതെ ആ സംവിധാനം അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതുക. അങ്ങനെ ഒരുപാട് അക്കാദമികളിലും മറ്റ് നമുക്ക് കമ്മീഷനുകളിലും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു കാര്യത്തിലൊരു ഗുരുതരമായ ഒരു വീഴ്ച എന്നല്ല, ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ട്. കാരണം കൃത്യമായി പറഞ്ഞ് ഇങ്ങനെ മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുതിയ ആൾ വരാൻ പോവുകയാണ്, ആക്ടിംഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറും, അങ്ങനെ പറഞ്ഞ് അതിനകത്ത് ഏറ്റവും പറഞ്ഞ ശ്യാമലി പറഞ്ഞൊരു കാര്യമാണ്, അത്ര മനോഹരമായിട്ടൊരു IFFK നടത്തി ഒരു കുറ്റവുമില്ലാതെ കേരളത്തിൽ ഇത്ര മനോഹരമായിട്ട് ഈ ഒരു സംവിധാനം നടത്താൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു പേരെടുത്ത് നിന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും കൂടെയുള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു പോകാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് വേണ്ടിയതായിരുന്നു. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശ്യാമലി പറയുന്ന പോലെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടായി, അതായത് VD സതീശന്റെ വാക്ക് കടമെടുത്ത് ശ്യാമലി പറഞ്ഞ പോലെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടായി എന്നുള്ളത് കുറെ കൂടി എവിഡന്റ് ആയിട്ട് സമർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ ഇനി തുടരാൻ പാടില്ല, അത്ര ഗ്രാവിറ്റി ഇല്ല. ഈ പറയുന്നത് പോലെ ആശാസമരം പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടാവുമെന്ന് ഇദ്ദേഹം പറയുന്നതിന് ഗ്രൂപ്പിൽ നിന്നാ പറയുന്നത്, നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് നമുക്ക് പ്രശ്നം കേട്ടോ എന്ന് പറയുന്നത്, മറ്റൊരാൾ മാറി നിന്നിട്ട് നിങ്ങൾ ആകെ പ്രശ്നമാണ്, ഇനി ഇടതുപക്ഷം ഭരിച്ചാൽ പ്രശ്നമാകുമെന്ന് മാറി നിന്ന് പറയുന്നത് ഗ്രാവിറ്റി പോലും ഇല്ല ആ കാര്യത്തിൽ. എന്നിട്ടും അതിൽ ഒരു സ്വകാര്യ സംഭാഷണം അല്ല, ഒരു മറ്റൊരു യോഗത്തിൽ വെച്ചാ പറയുന്നത്, മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. എന്നിട്ട് ഇത് തുറന്നു പറഞ്ഞതും പുള്ളിയല്ല, മറ്റാരോ ഇങ്ങനെ പറഞ്ഞു എന്ന് വാർത്ത വരിക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇരട്ട നീതി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അങ്ങനെ തന്നെ കരുതും. കാരണം സച്ചിദാനന്ദൻ ഇത്ര ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നു, മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരരുത്, അത് പാർട്ടി നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ലാത്ത ഒരു ആശാസമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കാര്യം പാർട്ടി സെക്രട്ടറിയോട്, ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും. അതിൽ തന്നെ ഏറ്റവും നേരത്തെ ശ്യാമലി സൂചിപ്പിച്ചതിൻ്റെ ബാക്കി, അതായത് രഞ്ജിത്തിനെ പോലെ ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാവുന്നു. അദ്ദേഹം വളരെ അവിടെ തന്നെ ഒരു മാടമ്പി സ്റ്റൈലിൽ ആണ് ആ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്. അതിന് തൊട്ടു മുമ്പത്തെ ചലച്ചിത്ര അക്കാദമി നടത്തിയ IFFKയിൽ വലിയ കൂക്കിവിളി അവസാനത്തെ ദിവസം ഉണ്ടാകുന്നു. അതിനെ ചില നായ്ക്കൾ കൂവും എന്ന് പറഞ്ഞ് ആ തരത്തിലുള്ള വലിയ മാടമ്പി ഭാഷയിൽ സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടടുത്ത വർഷം വളരെ മാന്യമായി ഈ പരിപാടി നടത്തിയ ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ്, അതായത് അത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ മാറ്റി നിർത്തുന്നതിന്, ഒരു ന്യായീകരണമില്ലാതെ മാറ്റി നിർത്തുമ്പോഴാണ് ഈ നീതികേട് അല്ലെങ്കിൽ ഇരട്ട നീതി എന്നത് കുറെ കൂടി കൃത്യമാവുന്നത്. കോൺഗ്രസ് ചർച്ച എന്തൊക്കെ അതെ, ഞാൻ അതിലേക്ക് വരുന്നത്, ശ്യാമിലിലേക്ക് ഒന്ന് പോയി വരാം. അതായത് ഞാനൊരു പഴയ KFC-കാരനായിരുന്നു, ചെമ്പഴന്തി കോളേജിൽ പഴയ KFC-കാരനായിരുന്നു. അവിടെ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. എൻ്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം എടുത്തില്ല, അപ്പോൾ വരുന്നില്ല, ഞാനൊരു ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂചനകൾ ഏതാണ്ട് കൃത്യമാണ്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. അത് ഈ സർക്കാരിനെതിരെ എന്നെ എന്തിനു മാറ്റി അല്ലല്ലോ, പിന്നെ ഇപ്പം വിനയനൊക്കെ പറഞ്ഞ ഒരു കറിവേപ്പില പോലെ എടുത്തു കളയായിരുന്നു. ആ സമയത്ത് അങ്ങനെ മാറ്റി നിർത്താൻ എളുപ്പവുമായിരുന്നു സത്യത്തിൽ. അന്ന് ഇന്ന് സജി ചെറിയാൻ കൊടുത്ത പോലെ കാലാവധി കഴിയുന്നത് കൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വിശകലനം അല്ല, ഒരു വിശദീകരണവും മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തികയില്ല, അത് തികയില്ല. അപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുന്നത് 35 വർഷമായി അയാൾ ഇടത് സഹയാത്രികൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പക്ഷേ ഇടത് സഹയാത്രികനായി പോകും. 35 വർഷം കുറഞ്ഞ കാലയളവാണോ? അയാൾ എടുത്ത നിലപാടുകളെല്ലാം നിലപാടിന്റെ പുറത്തായിരിക്കണം യഥാർത്ഥത്തിൽ ഈ 35 വർഷം സഹയാത്രികനായി നിൽക്കുന്നത്. മുൻപ് KSU-കാരനായ ഒരാൾ അതിൽ പാനൽ ഈ ചെമ്പഴന്തി കോളേജിൽ നിന്ന് ഈ KSU-ന്റെ പാനലിൽ നിന്ന് മത്സരിച്ച ഒരാൾ, അതിനുശേഷം അയാളുടെ ആദ്യ സിനിമ പുറത്തിറങ്ങില്ലെന്ന് തോന്നുന്നു, ആദ്യ സിനിമയിൽ സഖാവാണ്, അതിലൂടെ സഖാവുകയാണ്. P. കൃഷ്ണപിള്ളയുടെ കഥ പറഞ്ഞ ഒരു സിനിമയാണെന്നാണ് ഇറങ്ങിയിട്ടില്ല, സിനിമ ഇറങ്ങിയിട്ടില്ല. അതിലൂടെ ഇയാൾ വരികയാണ്. പിന്നെ അത് മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ടേക്ക് വെറും സഖാവ് മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ഇപ്പം നെൽപ്പ് സമരത്തിലായാലും കർഷക സമരത്തിലായാലും ഇന്ധന വില വർധനയായാലും എന്നു വേണ്ട അയാൾ ലേഖനങ്ങൾ എഴുതുന്നു. അയാൾ അതിലൊക്കെ ഒരു നിലപാട് പറയുന്നു. ഒരു ഇടതുപക്ഷ നിലപാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാളൊരു സഹയാത്രികനായി ഈ സംവിധാനം, ഈ പാർട്ടി സംവിധാനം അംഗീകരിക്കുകയും ഈ പറയുന്നത് പോലെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ് ആണ്, പാർട്ടി പിന്നെ ഇത്ര കാലമായി എനിക്കറിയാം എന്നുള്ള ഒരു ചരിത്രം കൂടെ ഓർമ്മിപ്പിക്കാതെ അതായത് അങ്ങനെ പറയിപ്പിക്കുകയാണ് അയാളെ കൊണ്ട്. അങ്ങനെ പറയിപ്പിക്കുന്നത് ഈ സമയത്ത് അങ്ങനെ പറയിപ്പിക്കുന്നത് എത്ര കണ്ട് ഗുണം ചെയ്യുന്നുള്ളതാണ്
എൻ്റെ സംശയം. പാർട്ടിക്ക് അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചെടുത്തുന്നതാണ്. അതായത് എല്ലാം കുറിക്കുകൊള്ളുന്ന വാക്കുകളാണ്. അതൊന്ന് ഈ ഇരട്ടനീതിയുടെ കാര്യം പറഞ്ഞു. മറ്റൊന്ന് ഇന്ന് പ്രേംകുമാർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു കാലത്ത് ഒരാളും സമരം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് നിൽക്കരുത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് എന്ത് ഒരു പൊളിറ്റിക്കൽ മോട്ടീവൊക്കെ ഉണ്ടാവാം, പക്ഷേ അത് വളരെ വേഗത്തിൽ, അതൊരു നിലപാടാണല്ലോ ഇടതുപക്ഷ സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഇടത് ചിന്ത എന്ന് പറയുന്നത് ആ ഫിലോസഫിയിൽ തന്നെ പറയുന്ന ഒരു അശരണരായിട്ടുള്ള ആളുകൾ അവിടെ സമരം ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക. പിന്നീട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, ഈ ആശാമാരുടെ സമരം ഉണ്ടാവുന്നു, അതിൽ പിന്നീട് വലിയ തരത്തിലുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് ആശാമാരുടെ പ്രശ്നം പരിഹരിക്കാൻ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സർക്കാർ ഇടപെട്ടു. അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്ന ബജറ്റിലും കൂട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യം ഒന്ന് പറഞ്ഞതിന് എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി, അല്ലെങ്കിൽ മാറ്റി നിർത്തിയല്ല, എന്നെ പുറന്തള്ളുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രേംകുമാർ പറയുന്നതിന് ഭയങ്കര ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ശബ്ദമായിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ ആ ശബ്ദം ധ്വനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു. KSUക്കാരനായതും അച്ഛൻ INDC-കാരനായിരുന്ന മുഴുവൻ ചരിത്രവും പറഞ്ഞു. ഇനി സ്വാഭാവികമായും ആ ഒരു വാതിൽ തുറന്നിട്ട് അദ്ദേഹം ഒരുപക്ഷെ സ്വീകരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നത് പോലെയല്ല, ദൈവം നിശ്ചയിക്കുന്ന പോലെ നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വാതിൽ അദ്ദേഹം തുറന്നിട്ടുണ്ട്. അല്ല, KC വേണുഗോപാൽ ഇന്ന് സംസാരിച്ചു എന്നുള്ള, ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാര്യമാണ്. പലരും സംസാരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ കാട്ടാക്കടയിൽ മത്സരിക്കും എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ അതില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അടുത്ത തവണ അധികാരത്തിൽ വരുമ്പോൾ ഒരു താക്കോൽ സ്ഥാനം ഈ പറഞ്ഞ പോലെ വീണ്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കാം, മധുര പ്രതികാരമായിട്ട് അവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞൊരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായി പോലും പരിഗണിക്കുന്നു. അതെ അതെ, അല്ല അത്ര കൃത്യമായ ഷാർപ്പായ നിലപാട് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ടായിരുന്നു. പക്ഷെ അത് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഓക്കെ നമ്മൾ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോയി. അപ്പോൾ ഒട്ടുംകെട്ടൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും പ്രേംകുമാർ എന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ സങ്കടം കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലൊരു തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പലതരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ സഞ്ചാരത്തിൽ പ്രേംകുമാറും ഓരം ചേർന്ന് സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം കോൺഗ്രസുമായുള്ള ചർച്ചകൾ തുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ശരിയാകുമെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലാണ്, ആ വാർത്തകൾ ശരിവെക്കും വിധത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ഏതായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒട്ടുംകെട്ടൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി